ലാലീഗയിൽ എന്തായാലും റയൽ മാഡ്രിഡിന് 24 മണിക്കൂർ പോലും ടേബിളിൽ ഒന്നാമതിരിക്കാൻ സമ്മതിക്കാത്ത ബാഴ്സലോണ അവരുടെ ഒന്നാം സ്ഥാനം തിരിച്ചെടുത്ത മത്സരത്തെക്കുറിച്ചുള്ള 3 പോയിന്റുകൾ സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കോണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അറ്റാക്കിംഗ് സൈഡ് തന്നെയാണ് കേട്ടോ. എസ്പെഷ്യലി ലെവൻഡോസ്കിയെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ ഒരു പ്രോപ്പർ ഷോട്ട് പോലും ടേബിളിൽ താഴെ കിടക്കുന്ന ടീമിനെതിരെ നമുക്ക് സാധിക്കാതിരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ലെവൻഡോസ്കിയും അതിലൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. ഇതുപോലെ പോയാൽ ചിലപ്പോൾ ചില മത്സരങ്ങളിൽ നമുക്ക് കാര്യമായിട്ട് പണി കിട്ടും. അത് കഴിഞ്ഞ മത്സരത്തിലും നമ്മൾ കണ്ടതാണ്. ചാമ്പ്യൻസ് ലീഗിലായാലും പലപ്പോഴും പ്രോപ്പറായിട്ട് ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഷോട്ട് അടിക്കുന്നതാണെങ്കിലും ഗോളാവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. രണ്ടാമത്തത് എൻ്റെ അമ്മോ, നമ്മുടെ പ്രസ്സിങ് ആയാലും ശരി, സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ദാറ്റ് വാസ് അൺബിലീവബിൾ. ശരിയാണ്, ടേബിളിൽ താഴെയുള്ള ഒരു ടീമിനെതിരാണ് നമ്മൾ ഇമാതിരി പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചതെന്നുണ്ടെങ്കിലും ടേബിളിൽ ഒന്നാം സ്ഥാനം എത്തുക, 3 പോയിന്റ്സ് ഒപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും പ്രയറായിട്ടുള്ള പോയിന്റ്. ആൻഡ് അത് നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് ലമീൻ യമാലിൻ്റെ ആ വണ്ടർഫുൾ ഗോളും കൂടെയാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ്, ആസ് യൂഷ്വൽ സ്പാനിഷ് റഫറിമാർ നല്ല ഒന്നാം തരം അലമ്പായിരുന്നു. അത് ഇപ്പുറത്തേക്കായാലും അപ്പുറത്തേക്കായാലും സെയിം കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ആ ഗോൾ കീപ്പറിന് എന്തിനാണ് ആ യെല്ലോ കാർഡ് കൊടുത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇനി അത് എന്താണെന്നുള്ളത് സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ ഇപ്പുറത്തേക്ക് പല ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇട്ട് എഴച്ച് മാച്ചുകളെ വൃത്തികേടാക്കുന്നുണ്ട്. ആൻഡ് ഞാൻ മുമ്പും പറഞ്ഞതാണ്, അതിപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തിലായാലും ബാഴ്സലോണയുടെ മത്സരത്തിലായാലും ഒരു പോയിന്റ് അടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഡിസിഷൻസ് കാര്യമായിട്ട് മാച്ചിനെയും ലീഗിനെയും ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ റെഫറിങ് എനിക്കതിൽ ഇനി ഒന്നും പറയാനില്ല. എന്തായാലും ഈ മാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ്